ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സോയ വെച്ച് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള നാടൻ സ്റ്റൈലിലുള്ള ഒരു സോയ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് സോയയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ബോയിൽ ചെയ്ത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം വെച്ച് ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് സോയയിലേക്കുള്ള അല്പം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. സോയ കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ്സ് ഒന്ന് ബോയിലായി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് ചൂടാറിയ ശേഷം ഇതിലുള്ള വെള്ളം എല്ലാം ഒന്ന് കൈവച്ചൊന്ന് പിഴിഞ്ഞെടുത്ത് കളയും. ഇനി സോയ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ കടലമാവ്. ഇതുപോലെ കടലമാവും ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് കുറച്ച് ടൈം വരെ ക്രിസ്പിനെസ് ഒട്ടും തന്നെ പോവാതിരിക്കും. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. സോയയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തുകൊണ്ട് ഈ മസാലയിൽ പിടിക്കാനുള്ള അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 എഗ്ഗും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു തിക്ക് പേസ്റ്റാക്കി എടുക്കാം. വെള്ളം ഒട്ടും തന്നെ കൂടിപ്പോകാതെ നല്ല തിക്കായിട്ട് നമ്മളിതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇതിലോട്ട് സോയ കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയയിലും മസാല എല്ലാം നന്നായി പിടിച്ചു വരണം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. കോൺഫ്ലോറും കടലമാവും എല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മസാലയൊന്നും പെട്ടെന്ന് വിട്ടു പോകില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിലൊഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 15ഓളം വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതും 1 പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചതും പച്ചമുളക് നടുകേറി വെച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലോട്ട് അല്പം തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതിയാവും. നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലോട്ട് സോയ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സോയ ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതധികം ഓയിൽ കുടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ സോയയെല്ലാം മൊരിഞ്ഞ് വരുന്നുണ്ട്. കടലമാവും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പിയായി അധികം ഓയിലൊന്നും കുടിക്കാതെ നമുക്ക് ലഭിക്കും. നല്ല ക്രിസ്പിയായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ബാലൻസുള്ള സോയ കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള വഴറ്റാനായിട്ട് ഇത്രയും ഓയിൽ മതിയാവും. ഇതിലോട്ട് 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടുള്ള അല്പം ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. സോയയിലെല്ലാം ഓൾറെഡി ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയുടെ കളറെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട്. ഇത്രയും വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്കുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം ഒന്ന് സൈഡിലേക്ക് നീക്കി വയ്ക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. സിമ്മിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഇപ്പോൾ പൊടികളെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി സവാളയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച സോയ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. സോയയിലൊന്നും ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മൈദയും കോൺഫ്ലോറും ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും കടലമാവും കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എണ്ണയൊന്നും അധികം കുടിക്കാതെ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ലഭിക്കും. കുറച്ചധികം നേരം ഇതുപോലെ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല നാടൻ രീതിയിലുള്ള സോയ ഫ്രൈ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സോയ റോസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.